എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 6 ഇന്ന് ആരംഭിക്കുന്നു. ഈ 6ാമത്തെ അധ്യായത്തില് ബ്രഹ്മാദികളെല്ലാവരും കൂടി ദ്വാരകയിലേക്ക് പോയിട്ട് ഭഗവാനെ സന്ദർശിക്കുന്ന രംഗമാണ് പറയുന്നത്. വളരെ ശിഷ്ടമായ ഒരു സ്തുതി ആണ് ഈ ശൃംഖലാബദ്ധമായ സ്തോത്രം. ഒരു ദിവസം ബ്രഹ്മരുദ്രാദികളായ ദേവന്മാര് സിദ്ധ ഗന്ധർവ വിദ്യാധരന്മാരോടുകൂടി ദ്വാരകയിൽ വന്നു. ജഗന്മോഹനമായ ആ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ട് ആനന്ദിച്ചുകൊണ്ട് സ്വർഗീയ കുസുമങ്ങളാൽ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടും ഭക്തിയോടുകൂടി അവര് ഭഗവാനെ സ്തുതിച്ചു. ആ ശൃംഖലാബദ്ധമായ സ്തോത്രം അതിവിശേഷാണ്. സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാനോട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കണം. അല്ലയോ ഭഗവാൻ, പണ്ട് പാലാഴി തീരത്ത് വന്ന് ഞങ്ങള് ഭൂഭാരം തീർത്തു തരണേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിച്ചു. അതനുസരിച്ച് അങ്ങ് ഭൂമിയിൽ എഴുന്നള്ളി ഭൂഭാരഹരണം ചെയ്ത് ധർമ്മത്തെ സംരക്ഷിച്ചു. ആവശ്യപ്പെടാത്തവർക്ക് കൂടി മോക്ഷത്തെ വാരി വിതറി. ഇനി കലികാല യുഗത്തിൽ ഉണ്ടാവാൻ പോകുന്നവർക്ക് സംസാര ദുഃഖത്തെ നശിപ്പിക്കാൻ നിന്തിരുവടിയുടെ ചരിത്രമായ ഭാഗവതവും ആയിക്കഴിഞ്ഞു. 125 വർഷങ്ങളായി അവതാരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് ചെയ്തു തന്നു കഴിഞ്ഞു. ഇനി സ്വന്തം ലോകത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിന്തിരുവടിയുടെ കിങ്കരന്മാരായ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇത് കേട്ട് ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, എന്റെ അവതാര പ്രയോജനങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞു. യാദവ വംശത്തിന്റെ നാശവും കൂടി കഴിഞ്ഞാൽ ഞാൻ പോവുകയായി. ഇത്രയും ഭഗവാൻ അരുളി ചെയ്ത് ബ്രഹ്മാദിദേവന്മാരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ ഒരു ദിവസം യാദവ സഭയിൽ വെച്ച് യദുവൃദ്ധന്മാരായ ഉഗ്രസേനാദികളോട് ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. കുറച്ചു ദിവസങ്ങളായി ദുർനിമിത്തങ്ങള് വല്ലാതെ കാണുന്നു. നമ്മുടെ വംശത്തിനാണെങ്കിൽ ബ്രാഹ്മണ ശാപവും വന്നിട്ടുണ്ട്. ശാപം അനുഭവിക്കേണ്ട കാലമായി എന്ന് സൂചിപ്പിക്കുകയാണോ ഈ ദുർനിമിത്തങ്ങൾ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാവരും പ്രഭാസ തീർത്ഥത്തിൽ പോയി ശാപശാന്തിക്കായി സ്നാന ദാനാദികളായ സൽക്കർമ്മങ്ങൾ ഉടനെ ചെയ്യേണ്ടതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിപ്രായം കേട്ട് യാദവന്മാര് തീർത്ഥസ്നാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത ഉദ്ധവൻ ഭഗവാൻ സഭ വിട്ട് കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോയി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഇങ്ങനെ ചോദിച്ചു, ഹേ പ്രഭു, ബ്രാഹ്മണ ശാപാദി ദോഷങ്ങൾ പ്രവേശിക്കാത്ത ദ്വാരകയിൽ നിന്നും അവിടുന്ന് എല്ലാവരെയും പ്രഭാസത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇത് യാദവന്മാരെ ശാപത്തിൽപ്പെടുത്തി യാദവ വംശത്തെ നശിപ്പിച്ച് അവിടുന്ന് സ്വയം ലോകത്തിലേക്ക് എഴുന്നള്ളാനുള്ള പുറപ്പാടാണോ? അങ്ങനെയാണെങ്കിൽ ദാസനായ അടിയനെ അവിടുന്ന് ഉപേക്ഷിക്കരുതേ. അടിയനെ കൂടി സ്വന്തം ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ദയുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച ഉദ്ധവനോട് ഭഗവാൻ മറുപടി പറയണം. അടുത്ത അധ്യായം മുതല് ഭഗവാൻ ഉദ്ധവർക്ക് ചെയ്യുന്ന ഉദ്ധവോപദേശം അവശിഷ്ടമായിട്ടുള്ള ഉദ്ധവോപദേശം ആരംഭിക്കുകയാണ്. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ ഷഷ്ഠോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം.
ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച അഥ ബ്രഹ്മാത്മജൈർദേവൈ പ്രജേശൈരാവൃതോऽപ്യഗാത് ഭവശ്ച ഭൂതഭവ്യേഷു യയൗ ഭൂതഗണൈർവൃത. ഇനി 24 അധ്യായങ്ങൾ കൊണ്ട് സായുജ്യ മുക്തിയെ കുറിച്ച് വിസ്തരിച്ച് നിരൂപണം ചെയ്യാൻ ഭാവിക്കുകയാണ്. സനകാദികളായ പുത്രന്മാരാലും ഇന്ദ്രൻ മുതലായ ദേവന്മാരാലും മരീചി മുതലായ പ്രജാപതികളാലും ചുറ്റപ്പെട്ടുകൊണ്ട് ബ്രഹ്മാവും ഉണ്ടായിട്ടുള്ളവർക്കും ഉണ്ടാവാൻ പോകുന്നവർക്കും ഈശ്വരനും ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനുമായ പരമശിവനും ശ്രീകൃഷ്ണമൂർത്തിയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് വന്നു. ഇന്ദ്രോ മരുദ്ഭിർഭഗവാൻ ആദിത്യാ വസവോശ്വിനൗ ഋഭവോ അംഗിരസോ രുദ്ര വിശ്വേ സാധ്യാശ്ച ദേവതാഃ. ഭഗവാനായ ദേവേന്ദ്രൻ, മരുദേവന്മാര്, ആദിത്യന്മാര്, വസുക്കള്, അശ്വിനി ദേവന്മാര്, ഋഭുക്കള്, അംഗിരസൻ, രുദ്രന്മാർ, വിശ്വദേവന്മാർ, സാധ്യന്മാർ, ഗന്ധർവാപ്സരസോ നാഗാഃ, സിദ്ധചാരണഗുഹ്യകാഃ, ഋഷയ പിതരശ്ചൈവ സവിദ്യാധര കിന്നരാഃ ദ്വാരകാം ഉപസംജഗ്മു സർവേ കൃഷ്ണദിദൃക്ഷവ. അങ്ങനെ ദേവന്മാര്, ഗന്ധർവന്മാര്, അപ്സരസുകള്, നാഗങ്ങള്, സിദ്ധന്മാര്, ചാരണന്മാര്, ഗുഹ്യകന്മാര്, ഋഷികള്, പിതൃക്കള്, വിദ്യാധരന്മാര്, കിന്നരന്മാർ ഇവരെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് വന്നു. വപുഷായേന ഭഗവാൻ നരലോകമനോരമ യശോ വിതേനേ ലോകേഷു സർവലോകമലാപഹം. നിത്യം ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ബ്രഹ്മാദി ദേവന്മാര്. എങ്കിലും അവർക്ക് ഇപ്പോ ഈ അവതാര സ്വരൂപം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാനുള്ള കാരണം പറയാണ്. യാതൊരു ദേഹം കൊണ്ട് മനുഷ്യലോകത്തിലുള്ള സർവരുടെയും മനസ്സിനെ ആനന്ദിപ്പിച്ചും കൊണ്ട് കീർത്തനം ചെയ്യുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തി സമസ്ത ലോകങ്ങളിലും പരത്തിയോ ആ രൂപം കാണണമെന്നുള്ള ആഗ്രഹം എല്ലാ ദേവന്മാർക്കും ഉണ്ടായി. കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ആ ദ്വാരകയിൽ വന്നിങ്ങനെ കാണുമ്പോ സൗന്ദര്യോത്തരതോ വിസുന്ദര രൂപം, അങ്ങനെയുള്ള ആ രൂപം കാണാൻ എല്ലാവർക്കും മോഹമായിട്ടാണ് അവരെല്ലാവരും കൂടി വന്നത്. തസ്യാം വിഭ്രാജമാനായാം സമൃദ്ധായാം മഹർത്തിഭി വ്യജക്ഷതാ വിതൃപ്താക്ഷാഃ കൃഷ്ണം അത്ഭുത ദർശനം. ഭോഗ്യഭോഗോപകരണങ്ങൾ കൊണ്ട് നിറഞ്ഞ് വിശേഷവിധിയായി പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ആ ദ്വാരകയിൽ വന്ന ആ ദേവന്മാർ കണ്ടതു പോരാ എന്ന ഭാവനിമിത്തം തൃപ്തിപ്പെടാത്ത കണ്ണുകളോടുകൂടിയവരായിട്ട് അത്യത്ഭുതമായ കാഴ്ചയോടുകൂടിയ ശ്രീകൃഷ്ണനെ കണ്ടു. അങ്ങനെ ഐശ്വര്യം നിറഞ്ഞിരിക്കുന്നു ആ ദ്വാരകയില്. അതല്ലേ അത്ഭുത പാലകനായിട്ടാണ് ജനിച്ചതിന്. അങ്ങനെ ഭഗവാന്റെ ആ ദ്വാരകയിലുള്ള ഭഗവാന്റെ ആ സൗന്ദര്യം, ദ്വാരകയിലെ ഐശ്വര്യം എല്ലാം കൂടി കണ്ടിട്ട് പോരാന്നിങ്ങനെ തോന്നുന്നവർക്ക് കണ്ടത് പോരാ. അങ്ങനെ അവരെല്ലാവരും കൂടി ഭഗവാനെ അർച്ചിക്കണം. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളെ കൊണ്ട് എന്നിട്ട് സ്തുതിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.